ഹായ്. ബാക്കി എല്ലാരും കടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെയാണ് പെർമിറ്റ്, നമ്മൾ എടുത്ത പെർമിറ്റ് ഇവിടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഈ പ്രശ്നം എന്നെ ഇടുന്ന വ്ളോഗിൽ കാണിച്ചു തന്നിട്ടോളെ നമുക്ക് എൻട്രി കിട്ടിയട്ടോ. നമ്മളെ ഡേ 2 ആണ്. ട്രെക്കിംഗ് ടു ABC. ഹായ്, ഹലോ. യു ഗൈസ് ആർ ഫ്രം? യു ഗൈസ് ആർ ചൈന. അവരെ കാണുന്നില്ല ഗൈസ്. ഗൈസ് നമ്മളിതങ്ങനെ ബാമ്പു എത്തി. ഫുള്ളി ഇരുട്ടാണ്. 5 മണി എത്തുക. ഞങ്ങളങ്ങനെ ദോവാന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണിപ്പോൾ ഈ വില്ലേജിൻ്റെ അവസ്ഥ. 5:59. ഹായ്. ഇപ്പം രാവിലെ എണീച്ചിട്ടില്ല. എൻ്റെ മുന്നിലെ കാഴ്ചയുണ്ടല്ലോ, എനിക്കെന്നെ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെന്നെ കണ്ടോളി. ബാക്കി എല്ലാരും കടന്ന് ഉറങ്ങുന്നുണ്ടത്രേ. വിളിച്ചിട്ടൊന്നും എണീച്ചിട്ടില്ല. ഏതാ രസമുത്തേ, ഒന്നും പറയാനില്ല. ഇത് ഈ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഇല്ലില്ല, എണീക്ക്. താവര എണീക്കടാ. പുറത്തത്തെ വ്യൂ നോക്കടാ. നോക്കിയ മൊത്തം എങ്ങനെ കിടന്ന് ഉറങ്ങാൻ തോന്നാ. അവരെല്ലാരും ഇപ്പോഴും കിടന്ന് ഉറങ്ങാട്ടോ. കൊറേ വിളിച്ചെണീപ്പിക്കാൻ നോക്കി, എണീക്കുന്നില്ല. ഇതല്ല ഇവിടെ കാണുന്നല്ലോ. ടേബിളിലൊക്കെ ഐസാണ് ശരിക്കും. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചുങ്റോങ്ങിലാണ്. ചുങ്റോങ്ങിൽ നിന്ന് നമുക്ക് ഇനി ഹിമാലയാണ് നമ്മളെ ലക്ഷ്യം. പറ്റുന്നത്ര പോകണം, ഹിമാലയ പിടിക്കണം. എന്നാലേ നമുക്ക് നാളെ ABC പിടിക്കാൻ പറ്റും. നോക്കട്ടെ. ഇതിപ്പോൾ നമ്മളെ ഇന്നത്തെ സ്റ്റേ നമ്മൾ വെക്കേറ്റ് ചെയ്യലായി. ഇപ്പം നമ്മളെ താമരൻ്റെ മമ്മീൻ്റെ ബാഗിൽ സാധനങ്ങൾ, കുറച്ച് ഡ്രസ്സ് നമ്മളിവിടെ ഇറക്കി വെച്ച് നമ്മളിനി തിരിച്ച് വരുമ്പോൾ എടുക്കും. ഇന്നലെ തന്നെ അവർക്ക് തീരെ പറ്റുന്നുണ്ടായിട്ടില്ല. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. രണ്ടാളെ ബാഗും 10 കിലോ വെച്ചിട്ടുണ്ട്. നമ്മളെ മെയിനായിട്ട് ഫുഡാണ്. ഓർത്തിപ്പോൾ 6 കിലോ ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ബാഗത്തെ വ്യൂ. സമയം ഇപ്പോൾ 9:04 നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ചുങ്കുറോങ്ങിലാണ്. ഇനി ഇവിടെ നിന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇത് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു ഷോപ്പാണ്. വെറുതെ സമയം കളിയല്ല. ഇവിടെയാണ് പെർമിറ്റ്, നമ്മൾ എടുത്ത പെർമിറ്റ് ഇവിടെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ACAPൻ്റെ പെർമിറ്റ് കാണിച്ചു കൊടുക്കേണ്ടത് ഇവിടെയാണ്. നമ്മളിപ്പം ഇവിടുന്ന് വേണമെങ്കിൽ പെർമിറ്റ് എടുക്കാം. പക്ഷേ ഇവിടുന്ന് പെർമിറ്റ് എടുക്കുമ്പോൾ 2000 നേപ്പാളീസ് ആണ്. വേറെ 1000 റുപ്പീസ് എന്ന് പറയുന്നത് 1000 നേപ്പാളി എക്സ്ട്രാ വരും. അപ്പോൾ ഏറ്റവും നല്ലത് പൊക്കാരയിൽ നിന്ന് അല്ലെങ്കിൽ കാഠ്മണ്ഡുവിൽ നിന്ന് പെർമിറ്റ് എടുത്തിട്ട് എത്താം. ആ കാണുന്നത് സിനൂവ എന്ന് പറഞ്ഞൊരു വില്ലേജ് ആട്ടോ, സിനൂവ. അതും കഴിഞ്ഞിട്ട് നമുക്കിന്ന് പോകാൻ നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹിമാലയ പിടിക്കാൻ നോക്കണം ഇൻഷാ അല്ലാഹ്. അതിപ്പോൾ ഇവിടുന്ന് പെർമിറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അപ്പുറം കിടക്കാൻ വേണ്ടിയിട്ട്. കിട്ടാ വീഡിയോ ആണ്. ഞാൻ പറയാലോ, ഈ പ്രശ്നം എന്നെ ഇടുന്ന വ്ളോഗിൽ കാണിച്ചു തന്നിട്ടോളെ. നമ്മളിപ്പോൾ ഇവിടുന്ന് ചെക്ക് ഇൻ ചെയ്ത് ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യണം. നമുക്ക് എൻട്രി കിട്ടിയട്ടോ.
ഇതാണ് കേട്ടോ ആ അമ്പലം വരുന്ന ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ സൈഡിലും ഒക്കെ ഇത് കറക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ റൗണ്ടൊന്ന് അടിച്ചു നോക്കാം. നമ്മൾ കയറി വരുമ്പം ചുമ്രോങ് വരെ ഭയങ്കര സ്റ്റെപ്സ് മേലോട്ടേക്കാണ്, അതായത് അസെൻഡ് ചെയ്യുക. ചുമ്രോങ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസെൻഡിങ് ആണ് കുറച്ച് സമയം വരെ. ആ കാണുന്നതാണ് സിനുവ. അപ്പോൾ അവിടുത്തെ വരെ നമ്മൾ നടക്കണം. അപ്പോൾ കുറച്ച് സമയം കൂടി നമ്മൾ ഡിസെൻഡ് ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ ഒരു പാലം വരും. ആ പാലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മേലേക്ക് കയറാം. ഇറങ്ങാൻ വലിയ ടാസ്കില്ല കേട്ടോ, കയറില്ല കേട്ടോ പണി. ഇപ്പം രണ്ടാമത്തെ ബ്രിഡ്ജാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ആ പാലം കയറി ഇനി നമുക്ക് മേലോട്ടേക്കാട്ടോ നടത്താം. ഫുള്ള് മേലോട്ടേക്കാം. സിനുവ കഴിഞ്ഞിട്ട് ബാംബൂലേക്ക് ഇറക്കാമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ ഡേ 2 ആണ്, ട്രെക്കിംഗ് ടു ABC. ഈ കയറ്റം കുറച്ച് ടാസ്ക് കേട്ടോ. സൺസ്ക്രീനും മോയ്സ്ചറൈസറും എല്ലാവരും എടുക്കാൻ നോക്കാം. എന്തായാലും സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് ഇനിയിപ്പം ഇവിടുന്ന് പോകാൻ ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് എടുക്കേണ്ട സാധനമാണ് ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. സൺസ്ക്രീനും മോയ്സ്ചറൈസറും മെയിനായിട്ട് എടുക്കണം. ഞാൻ എവിടെ പോകുന്ന യൂസ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ ലഡാക്ക് പോയ സമയത്ത് യൂസ് ചെയ്തിട്ടില്ല, കേദാർഖണ്ഡ് പോയ സമയത്ത് യൂസ് ചെയ്തിട്ടില്ല, ഇവിടെ വരുമ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ താമരശ്ശേരി ഉണ്ടായിക്കൊണ്ട് മാത്രം വരട്ടിയതാണ്. പക്ഷേ കൊണ്ടുവരുന്നത് എത്രയും നല്ലതാണ്, വളരെ യൂസ്ഫുള്ളാണ്. ടാൻ അടിക്കും, സ്കിന്ന് ഇതായാലും ചെയ്യും. ക്ലൈമറ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് സൺസ്ക്രീനും മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് എടുക്കാൻ നോക്കാം. നമ്മളിവിടുന്ന് സ്പ്ലിറ്റ് ആവാൻ തീരുമാനിച്ചു. ഞാനും സുലുവും സിനുവ പിടിക്കാൻ വേണ്ടിയിട്ട് പോന്ന. സിനുവയിലായിരിക്കും നമ്മൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് നടക്കും, എന്നിട്ട് 10 മിനിറ്റ് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഇവർ വന്നിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കും, എന്നിട്ട് പിന്നെയും 10 മിനിറ്റ് നമ്മൾ നടക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Hi, hello. You guys are from? You guys are China. China. From China. Okay. Happy New Year. Happy New Year. Okay. Where are you from? From India, Kerala. India. You know Kerala? You know Kerala? From Kerala. Happy New Year. Happy New Year. പോകുന്ന റൂട്ട് ഇവര് ഇതുവരെ കാണുന്നില്ല കേട്ടോ ഇവരെ. നമസ്തേ. അങ്ങനെ ലോവർ സിനുവ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി നമുക്ക് അപ്പർ സിനുവ പിടിക്കണം. ഇപ്പം ലോവർ സിനുവയിൽ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട്, റെസ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ ബാഗ് ഇവനേന് ഇത്ര സമയം ഇട്ടുകൊണ്ടിരുന്ന ഇനി അങ്ങോട്ട് ഞാനിടും. പിന്നെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഊരി ചൂടെടുക്കാൻ തുടങ്ങി. അപ്പം ഇനി നമുക്ക് അപ്പർ സിനുവയിലേക്ക് പോകണം. പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, അതാ ഫുള്ളും ബ്ലഡും കാര്യങ്ങളൊക്കെ ചട്ടി വരെ അടിച്ചു പൊട്ടിച്ച്. ഇനി നമ്മൾ ആ കാണുന്നതാണ് അപ്പർ സിനുവ എന്ന് പറഞ്ഞാൽ. അപ്പർ സിനുവയിലേക്ക് ഇനി കയറണം. അവരെ പൊടി പോലും കാണുന്നില്ലല്ലോടാ. ഉണ്ടാവും. നമ്മളങ്ങനെ അപ്പർ സിനുവ എത്തി. ഇത് തീർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ട്രെക്ക് ചെയ്യാൻ പറ്റൂല. സിനുവ എന്ന് പറഞ്ഞ സ്ഥലം ഇന്നലെ ശരിക്കും ഇവിടെ സ്റ്റേ അടിക്കാൻ അതിന് വിചാരിച്ചേ, പക്ഷെ നമ്മൾ ചുമറോങ് വരെ എത്തിയിട്ടില്ല, അതുകൊണ്ട് അവിടെ സ്റ്റേ അടിച്ച്. ഒരു ഫ്രൂട്ടിക്ക് ചെറിയ നമ്മളെ നാട്ടിൽ 20 രൂപൻ്റെ ഫ്രൂട്ടിക്ക് ഇവിടെ വരുന്നത് 100 നേപ്പാളിയാ. ആലോചിച്ച് നോക്കിയാ. അതായത് നാട്ടിലെ എത്രടാ നേരെ ഡബിള് 40-50 റുപ്യ കേട്ടോ. നമ്മളിത് ഇപ്പം വ്ലോഗും എടുത്ത് ഫോട്ടോസും എടുത്ത് വീഡിയോസും എടുത്ത് റെസ്റ്റും എടുത്ത് ഓരെ കാണുന്നില്ല ഗൈസ്. ഇതാണ് ഗൈസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. കീഴേ കൂടി ഒരു കാരണം വെച്ചാൽ രാത്രി ട്രെക്ക് ചെയ്യാൻ പറ്റൂല, നല്ല റിസ്ക്കാണ്. ഇതാണിപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന സ്റ്റെപ്പ്. നമുക്കിങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ടായില്ലല്ലേ.
പോടാ. എപ്പോഴും ട്രെക്കിംഗ് ബാഗ് ഇടാൻ നോക്കുമ്പം എവിടെയെങ്കിലും വെച്ചിട്ട് വേണം ഇടാൻ നോക്കാൻ. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇടാം. നിലത്ത് നിന്ന് എടുക്കുന്നതിനെക്കാട്ടി നല്ലത്. അല്ലെങ്കിൽ പിന്നെ നിലത്ത് വെച്ചിട്ട് നമ്മൾ നിലത്ത് നിന്ന് ഇരുന്നിട്ട് ഇടണം. ഞാൻ പറഞ്ഞ ചെസ്റ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ഓക്കെ, ലെറ്റ്സ് ഗോ. ചെറിയൊരു ഇതിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് ഓൾമോസ്റ്റ് 1.5 hour ബാഗ് ക്യാരി ചെയ്ത് കുറച്ച് സമയം ഓൻ ക്യാരി ചെയ്യും. അങ്ങനെ മാറി മാറി സ്വിച്ച് ചെയ്തുകൊണ്ടും ഗൈസ് നമ്മളിതങ്ങനെ ബാമ്പു എത്തി. ഇതാണ് ബാമ്പു. നമ്മൾ ഫോറസ്റ്റും കഴിഞ്ഞ് ബാമ്പു എത്തിയിട്ടില്ല. ഇനി മേലേക്ക് പോകണം ഇവിടുന്ന്. ഇതാണ് ബാമ്പു എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളെന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അവർ എത്തിയിട്ടില്ല. ഇത് സോസ് സ്പെഗറ്റി, ഇത് ചീസ് സ്പെഗറ്റി. നമ്മളിതാ 1 degree Celsius ആണ് ഇപ്പോൾ ഇവിടെ. ഗൈസ് അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ഇവർ പിന്നെ എത്തി. 1.5 മണിക്കൂർ 2:10 ഇപ്പോഴത്തെ സമയമായി. ഗൈസ് സമയം ഇപ്പം 4 മണിയായി. നമ്മൾ ബാംബൂന്ന് ഇറങ്ങി ഇപ്പം ദൊവാനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൊവാനിലേക്ക് 1.5 hour കാണിക്കുന്നത്. ഇൻഷാല്ലാ നമുക്ക് നോക്കാം. സഫാരി ചാനൽ വെച്ചോലുണ്ട്. ഫുള്ള് കാട്, അങ്ങനത്തെ കാടെന്ന് പറഞ്ഞാണ്ടല്ലോ. ശരിയായ ഫോറസ്റ്റ്. ഉയരം കൂടുന്നോറും മഞ്ഞും കൂടിക്കൂടി വരുന്നു ഗൈസ്. ഓ ഐസാടാ. കുറച്ചും കൂടി ഇങ്ങനെ സ്നോഫോൾ ആയിരിക്കും, ഐസ് ആയിരിക്കൂല. നിങ്ങൾ ഒരിക്കലും ട്രെക്ക് ചെയ്യുമ്പോൾ നോർമൽ ഷൂസ് അല്ലെങ്കിൽ കാഷ്വൽ ഷൂസ് ഇടാണ്ട് നിൽക്കുക. കാരണം ഈ കീറിയത് നിങ്ങൾ നോക്കണ്ട. കീറിയത് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഇടയിൽ പൊക്കാരയിൽ നിന്ന് ചവിട്ട് കിട്ടിയിട്ട് കീറിയതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ നമുക്ക് നമ്മളെ കാല് ഫ്രീസാവും. ഇതിൻ്റെ ഉള്ളിൽ ഐസ് കയറിയാൽ നമ്മളെ കാല് ഫ്രീസാവും. അപ്പോൾ ഇപ്പം ഞാൻ നടക്കുന്ന റോഡെന്ന് വെച്ചാൽ വെള്ളവും മഞ്ഞും എല്ലാം കവേർഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രെക്ക് ചെയ്യുമ്പം ഒരു കാരണം വെച്ചാലും നോർമൽ ഷൂ ഇടാണ്ട് നിൽക്കുക. പരമാവധി ട്രെക്കിംഗ് ഷൂസ് ഇട്ടിട്ട് മാത്രം നിങ്ങൾ ട്രെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ബാംബൂന്ന് ദൊവാനിലേക്ക് പോകുന്ന വഴിയാണ് അത്. ഗൈസ് സമയം ഇപ്പോൾ 5:15 ഇപ്പം തന്നെ ഫുള്ള് ഇരുട്ടാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞ 6 o'clock മുന്നേ ആയിട്ട് നമ്മൾ ട്രെക്ക് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിൽ റൂം എടുക്കുക. നമ്മളൊരു കാരണം വെച്ചാലും നൈറ്റ് ഫോറസ്റ്റിലേക്ക് കൂടി ട്രെക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ എന്തായാലും എത്താനായി. ആകെ 30 minutes മോർ കിട്ടും. മലേൻ്റെ മുകളിൽ ഫുള്ള് ഐസാട്ടോ. ഇതാണ് ഗൈസ് ഇപ്പം നമ്മൾ വന്ന വഴി. ഫുൾ ഐസും വെള്ളവും എല്ലാം കൂടിയിട്ടുള്ളൊരു വഴി. ഫുൾ ഇരുട്ടാണ്. 5 മണി എത്ര 5:30 ഉണ്ട് എത്ര അപ്പോഴത്തേക്കാണ് ഫുൾ ഇരുട്ടായി ആണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി ഇൻസ്റ്റയിൽ വെറും അന്നപൂർണ മല, സ്നോ മൗണ്ടെയിൻ അതൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും വരുന്നതെങ്കിൽ ഇതും കൂടി കരുതിക്കോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവസാനം അവിടെ എത്തുക. രണ്ട് മിനിറ്റ് കൂടി. നമ്മളിപ്പോൾ ഫ്ലാഷ് ഇട്ടിട്ടാണ് പോകുന്നത്. ഫുള്ള് ഇരുട്ടായി ഗൈസ്. ഫുള്ള് ഇരുട്ടുക. താഴെയൊക്കെ ഫുള്ളും ചളിയും വെള്ളം മഞ്ഞ് ഒരു സൈഡ് ഐസ് വീഴുന്ന ഇടയിലേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളങ്ങനെ ദൊവാൻ പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് സ്ഥലം വരുന്നത്. ഫുള്ള് ഐസ് കൊണ്ട് മൂടിയിട്ടിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫ്ലാഷ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതാണിപ്പോൾ ഈ
വില്ലേജിൻ്റെ അവസ്ഥ, ദോവ എന്ന് പറഞ്ഞ വില്ലേജിൻ്റെ അവസ്ഥ. ഫുൾ ഐസ് കൊണ്ട് മൂടിയിരിക്കുക. രാത്രി എന്തായാലും ഇതിനെക്കാട്ടിയും സ്നോഫോൾ ഉണ്ടാവും, 100% ഉറപ്പാണ്. നമുക്ക് നോക്കാം. ബൗണ്ടി ഒക്കെ ഇതാ ചില്ലിൻ്റെ വീട്ടിൽ വെച്ചിട്ട് നോക്കിയാ. ഇതൊക്കെ ഇപ്പം കിട്ടിയിരുന്നുണ്ടല്ലോ. ഒരു ബൗണ്ടിക്ക് 400-500 റുപ്പീസാ. $5.59. രാവിലെ ചായ കുടിക്കാൻ തിന്നിട്ട് കിടക്കാം. 5.59 ഇരുട്ടോക്കെ ഇരുട്ടായി. ഈ സമയത്താണ് ഇവിടെ ഇതിലും വൈകി